ഹലോ എവരി വൺ, കേൾമിമം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ബോൺസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓൺലൈൻ പ്രൊഡക്റ്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അത് ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ, അതായത് ഞാൻ ഫസ്റ്റ് ഡെലിവറിക്ക് യൂസ് ചെയ്ത പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ സെക്കൻഡ് ഡെലിവറിക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിയിരിക്കുന്നത്. ഓൺലൈൻ പ്രൊഡക്റ്റുകൾ വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. കുറച്ചൊക്കെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഓൾറെഡി പർച്ചേസ് ചെയ്തത് കൂടാണ്ട് കുറച്ച് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത ഐറ്റംസ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ന്യൂ ബോൺ ബേബീസിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര ഡെലിക്കേറ്റ് സ്കിന്നായിരിക്കും ഉള്ളവരുടെ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം. കാരണം മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ഐറ്റംസ്, ഒരുപാട് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. അതെല്ലാം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡിക്ക് സ്യൂട്ട് ആവുന്നില്ല. കാരണം ഓരോ കുട്ടികളും യുണീക്കാണ്, അവരുടെ സ്കിന്നും അതുപോലെ തന്നെ യുണീക്കായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ നമ്മൾ പാരൻസിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം 7 മന്ത് ലാസ്റ്റ് 8 മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ റിവ്യൂസൊക്കെ നോക്കാൻ തുടങ്ങും. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എൻ്റെ പരിപാടി തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് റിവ്യൂസ് എല്ലാം നോക്കുമായിരുന്നു, ഗൂഗിൾ സെർച്ച് ചെയ്യുമായിരുന്നു, യൂട്യൂബിൽ നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ റിവ്യൂസൊക്കെ നോക്കി കുഞ്ഞിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളൊക്കെ നേരത്തെ തന്നെ ലിസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് റിവ്യൂസൊക്കെ നോക്കി വാങ്ങിയ പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെറ്റ് വൈപ്പാണ്. നമുക്കറിയാം, നമ്മുടെ ന്യൂ ബോൺ ബേബീസിന് നമുക്ക് ആദ്യം തന്നെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് ഐറ്റംസിൽ വരുന്ന ഒന്നാണ് വെറ്റ് വൈപ്സ്. ഇത് ഞാൻ 2 പാക്ക്, അതായത് ഇത് വാല്യൂ പാക്ക് ആയിരുന്നു. 2 എണ്ണത്തിന് എന്തോ 200 സംതിങ് എന്തോണ് റേറ്റ് വരുന്നത്. ഞാൻ കറക്റ്റായിട്ട് ഓർഡറിൽ ഞാൻ ഇതിൻ്റെ ആമസോൺ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനിത് ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. 99% പ്യുവർ വാട്ടർ വെറ്റ് വൈപ്സ് ആണിത്. ഞാനിതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഓൾറെഡി ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഓൾറെഡി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഒരു പാക്കറ്റിൽ വരുന്നത് 72 എണ്ണം ഉണ്ടാവും വെറ്റ് വൈപ്സ്. ഇത് നമ്മളിപ്പോൾ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ മോനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോനെ യൂസ് ചെയ്ത് യാതൊരു ഇറിറ്റേഷൻസ്, സ്കിൻ പ്രോബ്ലംസോ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പ്രഗ്നൻസിക്ക് ഇത് വാങ്ങിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓർഡർ ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട്, വേണ്ടവർക്ക് എടുത്ത് നോക്കാവുന്നതാണ്. പിന്നെ സെക്കൻഡ് വരുന്നത് നമ്മുടെ ഡയപ്പർ, ന്യൂ ബോൺ ബേബീസിൻ്റെ ഡയപ്പർ. അത് ഹഗീസിൻ്റെ ടേപ്പ് ഡയപ്പറാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നമുക്ക് കുഞ്ഞു വാവകൾക്ക് ടേപ്പ് ഡയപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പാൻറ് ഡയപ്പറിനേക്കാളും. കാരണം അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അതുപോലെ തന്നെ കൈയും കാലൊക്കെ നമുക്കിങ്ങനെ മുറുക്കമൊന്നും വരാത്ത രീതിയിൽ നമ്മൾ കൊച്ചുങ്ങളുടെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഡയപ്പറൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നോക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഈ ഒരു ചെറിയ പാക്കറ്റിൽ വരുന്നത് സൈസ് വരുന്നത് ന്യൂ ബോൺ സൈസ് അപ് ടു 5 kg വരെ യൂസ് ചെയ്യാം. 36 ഡയപ്പേഴ്സ് ഉണ്ടാവും ഈ ഒരു പാക്കിൽ വരുന്നത്. ഇതും വാല്യൂ പാക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് 1140 ആണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും ഇതിൻ്റെ ലിങ്കും കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഞാൻ മോനെ യൂസ് ചെയ്തിരുന്നതാണ്. 8 മന്ത് വരെ ഞാൻ ഹഗീസിൻ്റെ ടേപ്പ് ഡയപ്പറാണ് കുഞ്ഞിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിരുന്നു യൂസ് ചെയ്തിട്ട്. ലീക്കേജ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ഭയങ്കര സോഫ്റ്റാണ് ഇതിൻ്റെ ഹഗീസിൻ്റെ ഡയപ്പർ എന്ന് പറയുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ സോഫ്റ്റാണ്. ടേപ്പ് ഡയപ്പർ എല്ലാവർക്കും ഏകദേശം അറിയാമല്ലോ. ഇതുപോലെ നമുക്ക് 2 സൈഡിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ ഉണ്ടാവും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ടേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഹഗീസിൻ്റെ ഡയപ്പർ രണ്ടാമത്തെ പ്രൊഡക്റ്റ്. പിന്നെ വരുന്നത് കുഞ്ഞുങ്ങളുടെ ക്ലോത്ത് കഴുകാനായിട്ട് ഞാൻ മദേഴ്സ് പേർഷ്യൻ്റെ ഈ ഒരു ലോണ്ടറി ഡിറ്റർജൻ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് 1 ലിറ്ററിൻ്റെ പാക്കുണ്ട്, 500 ml ഉണ്ട്. ഞാനിപ്പോൾ മോന് യൂസ് ചെയ്തിരുന്ന ബോട്ടിൽ ഇപ്പോഴും എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിപ്പോഴും ഇതുപോലെ ചെറിയ പാക്ക് വാങ്ങിയിട്ട് 500 ml പാക്ക് വാങ്ങി റീഫിൽ ചെയ്യുക ചെയ്യുന്നത്. ഇതും വാല്യൂ പാക്കാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
ഇത് ഡൈലി ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഫ്രാഗ്രൻസ് കുറവാണ്, നമ്മുടെ ഫോംസ് ഒക്കെ വളരെ കുറവാണ് ഈ ഒരു നമ്മുടെ ലോണ്ടറി ഡിറ്റർജൻറ്റിൽ. ലിക്വിഡ് ഫോമാണ്. വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ്. ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് മോന് ഈ ഒരു ലിക്വിഡാണ് അവൻ്റെ ക്ലോത്ത് എല്ലാം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീണ്ടും താഴെ കൊടുത്തേക്കാം. പിന്നെ ഷെയർ ചെയ്യുന്നത് മോന് വേണ്ടി വാങ്ങിയ റോംപറാണ്. ഫസ്റ്റ് ക്രൈന്നാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. ആദ്യത്തെ ബേബിക്ക് ഞാൻ ഫസ്റ്റ് ക്രൈ തന്നെയാണ് പ്രൊഡക്റ്റുകൾ വാങ്ങിയിരുന്നത്. ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ പ്രൊഡക്റ്റുകൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്, ഞാൻ ഈ പ്രാവശ്യം ഐബെയറിൻ്റെ തന്നെ ഫസ്റ്റ് ക്രൈയിലെ ബ്രാൻഡാണ് ഐബെയറിൻ്റെ തന്നെ വാങ്ങിയിരിക്കുന്നത്. ഇത് 3 എണ്ണം, ഇത് കോംബോ പാക്കായിരുന്നു. 3 റോംബോസ് ഉണ്ടാവും, 3 കളേഴ്സ് ഉണ്ട്. നല്ല സോഫ്റ്റ് കളറാണ്, നല്ല സോഫ്റ്റ് ക്ലോത്താണ്. നമ്മുടെ പ്രസ് ബട്ടനാണ് ഇതിനകത്ത് കൊടുത്തിരുന്നത്, ത്രൂ ഔട്ട് പ്രസ് ബട്ടൺ. നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് കളറാണ്, നല്ല സോഫ്റ്റ് പ്രിൻ്റാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. അങ്ങനെ 3 റോംബോസ്, നല്ല ക്യൂട്ട് പ്രിൻ്റ് ആയിട്ടുള്ള റോംബേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്രൈഡേ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ വാങ്ങിയത് ഒരു ഡ്രൈ ഷീറ്റാണ്. ഓൾറെഡി നമ്മൾ ഡ്രൈ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കൂടാണ്ട് ഞാൻ എക്സ്ട്രാ ഒരെണ്ണൂടി വാങ്ങിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈം തന്നെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇത് ബേബി ഹഗ്ഗിൻ്റെ ഒരു റാപ്പിംഗ് ടവലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഞാനിത് മോന് വേണ്ടിയിട്ട് വാങ്ങിയിരുന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ബേബിക്കും ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത്രയ്ക്കും ലോങ് ലാസ്റ്റിംഗ് ആണിത്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല കോട്ടൺ. നമുക്ക് ബെഡായിട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുഞ്ഞിനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിനെ ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ. ഞാൻ ക്യാരി ബെഡ് വാങ്ങിയായിരുന്നു, പക്ഷേ അത് എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. അതിന് പകരം ഞാൻ കൂടുതലും യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് കുഞ്ഞിനെ ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ചൂടിൽ കിടത്താൻ പറ്റും. അതുപോലെ ഇതിന് ഇതുപോലെ ഒരു ടൈയും കൂടി ഉണ്ട്. നമുക്ക് ഇങ്ങനെ വെച്ച് ടൈ ചെയ്ത് കിടത്താവുന്നതാണ് കുഞ്ഞിനെ. ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതും ഫസ്റ്റ് ടൈം ആണ് വാങ്ങിയിട്ടത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തത് ഞാൻ ഷെയർ ചെയ്യുന്നത് മൊസ്കിറ്റോ ബെഡാണ്. ഇത് ലവ് ലാപ്പിൻ്റെയാണ് മൊസ്കിറ്റോ ബെഡ്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ മോന് വേണ്ടി വാങ്ങിയിരുന്നത് ബേബി ഹഗ്ഗിൻ്റെ തന്നെ നെറ്റ് ബെഡായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ലവ് ലാപ്പിൻ്റെയാണ് വാങ്ങിയിരിക്കുന്നത്. ബേബി ഹഗ്ഗിൻ്റെ നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അവരുടെ പ്രൊഡക്റ്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഒരു വയസ്സ് വരെ ഞാൻ കുഞ്ഞിന് 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ലവ് ലാപ്പിൻ്റെ നെറ്റ് ബെഡ്, കൂടെ ഒരു പില്ലോയും ഉണ്ടാവും. ഇത്രയും ലെങ്ത് ഉണ്ട്, നല്ല സോഫ്റ്റ് കളറാണ്. കിടത്താനൊക്കെ നല്ല സുഖമായിരിക്കും കുഞ്ഞിനെ. മോൻ ഇവിടെയൊക്കെ നിറയെ കൊതുകുണ്ട്. ഇവിടെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നല്ല കൊതുകുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വന്ന് ആദ്യ ദിവസം തുടങ്ങിയിട്ട് ഈ ഒരു നെറ്റ് ബെഡ് യൂസ് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നതാണ്. മോനായ സമയത്ത് വെച്ചാൽ ആദ്യം NICUവിലായിരുന്നു. അവന് കൗണ്ട് കൂടുതലായിട്ട് NICUവിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവനെ ഡിസ്ചാർജ് ചെയ്ത ഒരു ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ തങ്ങിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നെറ്റ് ബെഡ് യൂസ്ഫുൾ ആയിരുന്നു. അന്നത്തെ ഒരു ദിവസം അവിടെയും നല്ല കൊതുകുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നേരത്തെ കൂട്ടി വാങ്ങി കൊണ്ടുപോവുകയാണ് നമ്മൾ. അപ്പോൾ ഇതും ഓൺലൈൻ പർച്ചേസ് ചെയ്തതിന് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും